ഒരു കാർ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും. പക്ഷെ ഒരു കാറ് ജീവിതകാലം മൊത്തം ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് പറയണമെങ്കിൽ അയാൾ ഒരു ടൊയോട്ട കൊറോള ഓണർ ആവണം. റിലയബിലിറ്റിയുടെ അവസാന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ബ്രാൻഡാണ് ടൊയോട്ട എന്നുള്ളത്. ആ ഒരു ഇതിലേക്ക് അത്രയ്ക്കും പോപ്പുലർ ആവാനായിട്ട് നമ്മുടെ ടൊയോട്ടയെ സഹായിച്ച എന്തൊക്കെയാണ്, ഏതൊക്കെ കാറുകളാണ് ടൊയോട്ട ബിൽഡ് ചെയ്തത്, അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ കാർ ഏതാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും റെവ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കൂടെ എന്നുള്ളത് ടൊയോട്ട കൊറോള. ഇന്ന് നമ്മുടെ ഒപ്പമുള്ള കൊറോള എന്ന് പറയുമ്പോൾ 92 മോഡൽ കൊറോളയാണ്. ആൻഡ് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ സാധാരണ 90s മോഡൽ കൊറോള ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ ഇതൊരു ലിമിറ്റഡ് എഡിഷനാണ്. ഈ കാറിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് ഈ ടൊയോട്ട ബ്രാൻഡ്, ഏതാണ് ടൊയോട്ട ബ്രാൻഡിന്റെ ഏറ്റവും ആദ്യത്തെ കാർ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ചെറിയൊരു ഹിസ്റ്ററിക്ക് പോയിട്ട് വരാം. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ കാലത്ത് ഒരു 90s സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ജപ്പാനിലും ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ആ ടൈമിൽ ജാപ്പനീസ് ഗവൺമെന്റ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ റെവല്യൂഷനെ. അതുപോലെ തന്നെ ആ ടൈമിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ അതിന് ഫ്രീ ആയിട്ടുള്ള പേറ്റന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം മുതലെടുത്ത് സക്കിച്ചി ടൊയോട്ട എന്ന് പറഞ്ഞൊരു വ്യക്തി ഏറ്റവും ആദ്യം ഒരു മെഷീൻ ഉണ്ടാക്കുകയാണ്. ആളുടെ വായിച്ചറിവും കേട്ടറിവും ഒക്കെ വെച്ചൊരു വുഡ് കൊണ്ടൊരു മെഷീൻ ഉണ്ടാക്കുകയാണ്. ആളൊരു മരപ്പണിക്കാരനാണ്. സ്വാഭാവികമായിട്ട് ആൾ മരം വെച്ചിട്ട് ഒരു മെഷീൻ ഉണ്ടാക്കി. ആ ഒരു മെഷീനാണ് ഹാൻഡ് ലൂമിങ് മെഷീൻ, നമ്മൾ നെയ്ത്ത് മെഷീൻ എന്നൊക്കെ പറയും. ഒരു കൈ വെച്ചിട്ട് നെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ. ആ ഒരു ടൈമിൽ അത് ഭയങ്കര വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടുപിടുത്തത്തിന് ആൾ പേറ്റന്റ് എടുത്തു വെച്ചു. പിന്നീട് അത് ഇലക്ട്രിക്കലാക്കി മാറ്റി വൈദ്യുതി വെച്ചിട്ടുള്ള കുറേ മോഡിഫിക്കേഷൻസ് വരുത്തി. അതിൻ്റെ പേറ്റന്റ് ഫുള്ള് കയ്യിലുണ്ടായിരുന്നു. ഈ നെയ്ത്തും കാര്യങ്ങളൊക്കെ പോയിരുന്ന സക്കിച്ചി ടൊയോട്ടയ്ക്ക് ഒരു ആശയം വരാണ് ഈ യന്ത്രങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു കാറുകൾ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അന്നത്തെ അവരുടെ സാമ്പത്തികം വെച്ച് നോക്കാൻ വെച്ചാൽ അവർക്ക് ഒരു കാർ ഉണ്ടാക്കാനായിട്ട്, ഒരു മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉള്ള സാമ്പത്തികമില്ല. ആൻഡ് ആ ഒരു ടൈമിലാണ് നമ്മുടെ ഈ പേറ്റന്റ്, നമ്മുടെ ഹാൻഡ്ലൂമിൻ്റെ പേറ്റന്റ് മറച്ചു കൊടുക്കുന്നത് ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാരാണെന്ന് ആ സമയം നോക്കിയിരിക്കായിരുന്നു ഇതിൻ്റെ പേറ്റന്റ് കിട്ടാനായിട്ട്. അത്രയ്ക്കും വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു സക്കിച്ചി ടൊയോട്ട ഉണ്ടാക്കിയത്. തൻ്റെ ആഗ്രഹം തൻ്റെ മോനായിട്ടുള്ള കീച്ചിറോ ടൊയോട്ടയോട് പറയുകയാണ്. ആ മെക്കാനിക്കൽ എഞ്ചിനീയറായ കീച്ചി ടൊയോട്ടയും എന്താ പറയുക, ഒരുപാടധികം ലോഗൊക്കെ ചുറ്റി ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ, അതായത് ഈ ഫോർഡിൻ്റെയും മറ്റുള്ള ക്രൈസ്ലർ കമ്പനിയിലൊക്കെ ഒരുപാടധികം സന്ദർശനം നടത്തി ഇതിനെ കുറിച്ചുള്ള ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായി. പക്ഷേ ഈ സാമ്പത്തികമായിരുന്നു അന്നും പ്രശ്നം. ഈ പേറ്റന്റ് കൊടുത്തോടുകൂടി ഒരുപാടധികം പൈസ കിട്ടുകയാണ് ഇവരുടെ കയ്യിൽ. പക്ഷേ ഇത് നിർമ്മിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ സക്കിച്ചി ടൊയോട്ട മരണപ്പെടുന്നത്. പിന്നീട് 1933 ഇവർ ഏറ്റവും ആദ്യത്തെ എൻജിൻ പുറപ്പെടുവിക്കുകയാണ്. ഇവർ ഏറ്റവും ആദ്യത്തെ എൻജിൻ മാനുഫാക്ചർ ചെയ്യാണ്, ടൊയോട്ട എ സീരീസ് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഉള്ള വർഷം ആളൊരു ട്രക്ക് ഇറക്കി. പിന്നീട് ടൊയോട്ട A1 എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഇറക്കി. അത് കഴിഞ്ഞിട്ടാണ് ഒരു പാസഞ്ചർ വെഹിക്കിളിലേക്ക് നമ്മുടെ ടൊയോട്ട വരുന്നത്. അന്ന് ടൊയോട്ട എന്നല്ലായിരുന്നു, ടൊയോഡ എന്നായിരുന്നു പേര്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വിശദീകരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടൊയോട്ട AA അതാണ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ പാസഞ്ചർ കാർ. അതിൽ നിന്ന് ഇവോൾവ് ആയിട്ട് വന്നതാണ് നമ്മുടെ ഈ ടൊയോട്ട കൊറോള എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. ഈ ടൊയോട്ട എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഹാൻഡ്ലൂമിൻ്റെ ഒരു സെക്കൻഡ് ഡിവിഷൻ ആയിട്ടായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1960s ടൊയോട്ട എന്നുള്ളൊരു ബ്രാൻഡിങ് മാറ്റി ടൊയോട്ട എന്നാക്കി റീബ്രാൻഡ് ചെയ്ത് സിംഗിളായിട്ട് എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയായി മാറ്റിയത്. അത് കഴിഞ്ഞ് അവരുടെ ടൊയോട്ടയിലല്ല ടൊയോട്ടയിൽ ഏറ്റവും ആദ്യത്തെ പാസഞ്ചർ വെഹിക്കിൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വെഹിക്കിളാണ് നമ്മുടെ ടൊയോട്ട കൊറോള എന്ന് പറയുമ്പോൾ. അങ്ങനെ ഒരു ഇതിൽ നോക്കാൻ വെച്ചാൽ ടൊയോട്ടയുടെ ഏറ്റവും ഫസ്റ്റ് കാർ നമ്മുടെ ടൊയോട്ട കൊറോള തന്നെയാണ്. പക്ഷേ ഏറ്റവും നിർമ്മിച്ച കാർ എന്ന് പറയുമ്പോൾ ടൊയോട്ട കൊറോള അല്ല, ടൊയോട്ട AA ആണ് പാസഞ്ചർ വെഹിക്കിൾ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാറിലേക്ക് വരാം. ടൊയോട്ട കൊറോള 1992 മോഡലാണ്. ഏറ്റവും ആദ്യം നമ്മൾ എപ്പോഴും ഒരു കാർ റിവ്യൂ ചെയ്യാൻ വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഏതാ നോക്കാം, എഞ്ചിൻ ബേ. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ബേയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ലിമിറ്റഡ് എഡിഷൻ കാറാണ്. ഇത് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് എഞ്ചിനാണ് വരുന്നത്. 2C എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ കോഡ് വരുന്നത്. മറ്റുള്ള പെട്രോൾ കാറിൽ വരുന്നത് ഇൻലൈൻ 4 നമ്മുടെ 1.6 ലിറ്റർ ആണ് വരുന്നത്. ഇതിൽ 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ഡീസലിൽ. ആൻഡ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കാൻ വെച്ചാൽ 73 bhp പവറും 135 Nm ടോർക്കാണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. നമുക്കറിയാം ഡീസൽ വണ്ടിയാണ്, ടോർക്കായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് കൊറോള, അതായത് നമ്മുടെ ഞാൻ പറഞ്ഞു 1960s ഇറങ്ങിയ 66 മോഡൽ കൊറോളയിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുമ്പോൾ K സീരീസ് ആയിരുന്നു. അവരുടെ ഏറ്റവും ആദ്യത്തെ റിലയബിൾ ആയിട്ടുള്ള ഈ റിലയബിലിറ്റിക്ക് പേര് കേട്ട ഒരു എഞ്ചിൻ തന്നെയായിരുന്നു ഈ K സീരീസ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ. അതൊരു 1.1 ലിറ്റർ എഞ്ചിനായിരുന്നു. പിന്നീട് അവർ അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് നല്ല ഒന്നും കൂടി ചെറിയ ചെറിയ കുറ്റവും കുറവൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ പരിഹരിച്ചാണ് നമ്മുടെ A സീരീസ് എഞ്ചിൻ ഉണ്ടാക്കി. അതിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ C സീരീസ് എഞ്ചിൻ വന്നത്. 2C എന്ന് പറഞ്ഞ
ഒരു എഞ്ചിൻ വന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് ആണ്. നമ്മുടെ പെട്രോൾ വണ്ടിയിൽ DHSs ആണ് വരുന്നത്. DHS എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ എല്ലാം കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര വലിയ റെവല്യൂഷൻ ഒക്കെ ആയിരുന്നു. DHS നമ്മുടെ ഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇൻഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ഒരു ഡീസൽ എഞ്ചിനാണ്, ഞാൻ പറഞ്ഞു 3 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയാനായിട്ടാണെന്ന് വെച്ചാൽ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് മാത്രമാണ് പറയാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ചുരുക്കം പറയാണ്. 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, 3 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്, ലിമിറ്റഡ് എഡിഷൻ ആണ്. അതുപോലെ 8 വാൽവ് ആണ് വരുന്നത്. ഇനി നമുക്ക് എഞ്ചിൻ ബേ ക്ലോസ് ചെയ്തിട്ട് ഫ്രണ്ട് പ്രൊഫൈൽ ഒന്ന് നോക്കാം. നമ്മൾ എഞ്ചിനെ കുറിച്ച് സംസാരിച്ചു. എഞ്ചിനെ കുറിച്ച് ഞാൻ അധികം പറയാണ്ടിരുന്നത് അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ടി വരും. നമ്മൾ ഈ ഒരു കാറിൻ്റെ ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എഞ്ചിനെ കുറിച്ച് അധികം പറയാണ്ടിരുന്നത്. നമ്മൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുമ്പോൾ ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പ്രൊഫൈലാണ് വരുന്നത്. നമ്മളെ ഹെഡ്ലൈറ്റ് നോക്കാൻ വെച്ചാലും ഗ്രിൽസ് നോക്കാൻ വെച്ചാലും ബമ്പേഴ്സ് നോക്കാൻ വെച്ചാൽ ഒരു സ്ക്വയർ ടൈപ്പാണ് വരുന്നത്. ഒരു കൾട്ട് ക്ലാസിക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കാറും എന്താണ്, ഒരു കൾട്ട് ക്ലാസിക് കാർ തന്നെയാണ് ടൊയോട്ട 90 മോഡൽ കൊറോള എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ സ്ക്വയർ ഡിസൈൻ ആയിട്ടുള്ള ഒരു വലിയൊരു എലോങ്ങിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റിനോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടല്ല, സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റർ യൂണിറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രിൽസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത്തിരി വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. അതിൻ്റെ നടുവിൽ ഹൊറിസോണ്ടലി ഭയങ്കര നല്ല ഭംഗിയിലൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ഗ്രിൽസ് വരുന്നത്. ഇതിൻ്റെ ടൊയോട്ടയുടെ ബാഡ്ജിങ് വരുന്നത് ഇവിടെയാണ്, ബോണച്ചിമയാണ് ടൊയോട്ടയുടെ ബാഡ്ജിങ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെയാണ് ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരിക. അത് നമ്മൾ അടിയിലേക്ക് പോകുമ്പോൾ ബമ്പേഴ്സ് കാണാം, ആൻഡ് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാം, പിന്നെ ഒരു ബ്ലാക്ക് ബീഡിങ് പോയിട്ടുണ്ട്, ആൻഡ് എയർ ഡാം യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പ്രൊഫൈലുണ്ട്. അധികം ഭയങ്കര എന്താ പറയുക, കുറേ പറയാനായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ബോണറ്റ് വരുമ്പോൾ 2 സ്ട്രൈപ്പ് ലൈൻസ് വരുന്നുണ്ട്, ബോണറ്റ് ലൈൻ വരുന്നുണ്ട്. അതല്ലാതെ ഈ ഒരു കാറിൽ ഭയങ്കര എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനൊന്നുമില്ല. ഒരു ക്ലാസിക് കാറിൻ്റെ അതേ ഡിസൈൻ, ഒരു ബോക്സി ആയിട്ടുള്ള ഡിസൈൻ. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് പോവാം. നമ്മൾ ഈ സൈഡ് പ്രൊഫൈലിൽ വരുന്നതിന് മുന്നേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മറ്റാരല്ല, നമ്മുടെ ഈ കാറിൻ്റെ ഓണറാണ്. ആൾക്ക് നമ്മുടെ ആമ്പലൂര്, തൃശ്ശൂർ ആമ്പലൂര് എല്ലാവർക്കും പരിചയമായ ഒരു സ്ഥലമായിരിക്കും. പാലേക്കര ടോളൊക്കെ എല്ലാവർക്കും ഭയങ്കരധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതിന് തൊട്ടടുത്താണ് ഈ ആമ്പലൂർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അവിടെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഡീറ്റെയിലിംഗ് ഷോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്രഫേൻ അണിച്ചാലും ഗ്രഫേൻ കോട്ടിങ്, അതുപോലെ തന്നെ നമ്മുടെ സെറാമിക് കോട്ടിങ്ങൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കടയാണ്. അതുപോലെ തന്നെ ഇന്നോവോണേഴ്സിന് അണിച്ചാൽ പ്രത്യേകിച്ച് ഈ കട അറിയാം. ഏറ്റവും കൂടുതൽ ഇന്നോവ കാസ് അല്ലെങ്കിൽ ടൊയോട്ട കാസാണ് നമ്മുടെ ക്ലൈമാക്സ് ഡീറ്റെയിലിംഗ് ഫാക്ടറി ചെയ്യുന്നത്. ടൊയോട്ട കാർ മാത്രമല്ല, എല്ലാം കാറും അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ ഇന്നോവസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളായതുകൊണ്ടും പിന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ. അത് നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഈ ഒരു കൊറോള വരുമ്പോൾ E90 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ചില ട്രിംസിൽ E92 പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രിംസ് ഉണ്ട്. അതുപോലെ E100 പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇത്തിരി കൂടി എലോമിനേറ്റഡ് വേർഷനൊക്കെ ഉണ്ട്. ഈ ഒരു കാർ E90 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏതാണ്, ഈ ഒരു ബാഡ്ജിങ് ആണ്. ഈ ഫെൻഡറിലുള്ള ലിമിറ്റഡ് എഡിഷൻ ബാഡ്ജിങ്. ഈ ഒരു കാർ കാണാനായിട്ട് നമ്മുടെ ടൊയോട്ട കൊറോള പെട്രോൾ 1.6 ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിലും ഈ 2 ലിറ്റർ ലിമിറ്റഡ് എഡിഷൻ ഭയങ്കര കുറവാണ്. അതും 3 സ്പീഡ് ഓട്ടോമാറ്റിക്. നമ്മുടെ കേരളത്തിലാണെച്ചാലും കണ്ടുവരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാറാണ്. ആൻഡ് നമ്മൾ സൈഡ് പ്രൊഫൈൽ സൈഡിൽ വരുമ്പോൾ ഒരു 3 ബോക്സ് ഡിസൈനാണ്. നമ്മുടെ പണ്ടത്തെ ക്ലാസിക് കാസിൻ്റെ സെയിം ഡിസൈനാണ് വരുന്നത്, 3 ബോക്സ് ഡിസൈൻ. അതേപോലെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു എസ്റ്റീമിൻ്റെ ഒക്കെ കട്ട് ഉണ്ടാവും. ഞാൻ എസ്റ്റീമിൻ്റെ കട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് സുപരിചിതമായ ഒരു കാറായിരിക്കും സുസുക്കിയുടെ എസ്റ്റീം, ഈ ടൊയോട്ട കൊറോളയെക്കാളും. അതുകൊണ്ടാണ് ഞാൻ എസ്റ്റീമായിട്ട് പറയുന്നത്. ആ ഒരു ചെറിയൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ഈ ഡോസുമോ ഒരു ബ്ലാക്ക് ബീഡിങ്, ഈ ബീഡിങ് തന്നെയാണ് നമ്മുടെ ബമ്പേഴ്സിലേക്കും കണ്ടിന്യൂഷൻ ആയിട്ട് പോയിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എലോയ്സ് മാറ്റിയിട്ടുണ്ട്. ആ കൂടി ഇതിൽ മോഡിഫൈ ചെയ്തതെന്ന് പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ എലോയ്സ് മാത്രമാണ്. ഈ ടയേഴ്സും എലോയിച്ചും നിൽക്കാന്ന് വെച്ചാൽ ബാക്കി എല്ലാം ഇതിൽ സ്റ്റോക്കായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഓണറിനെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം ബ്യൂട്ടി. നമ്മൾ പറഞ്ഞില്ലേ, പഴകും തോറും വീര്യം കൂടുന്നു പറയുന്ന പോലെയാണ്. പഴകും തോറും ഇതിൻ്റെ ഡിസൈൻസ് നമുക്ക് ഇത്തിരി കൂടിയും നമ്മുടെ മനസ്സിൽ ഇഷ്ടം പിടിക്കും. അതേപോലെ തന്നെയാണ് ഈ ഡിസൈൻ. ആരാണെന്ന് കണ്ടത് നോക്കി പോകും ഈ ഒരു ഡിസൈൻ. അതുപോലെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ബെഞ്ചിൽ ഒരു യൂണിറ്റ് ഉണ്ട്, എയർ ഡാമ്പിങ് യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എയർ ഇൻടേക്കിൻ്റെ സെക്ഷനൊക്കെ കാണാനുണ്ട്. അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് അറിയില്ല. ജസ്റ്റ് അങ്ങനത്തെ ഒരു ഭാഗം കാണാം. ഈ ഡോർ ഹാൻഡിൽസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ബോക്സി ടൈപ്പ് പണ്ടത്തെ മോഡൽ ഡോർ ഹാൻഡിൽസ് തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു റെസ്പോൺസ് പറയാന്ന് വെച്ചാൽ ശരിക്കും പണ്ടത്തെ കാറാന്ന് തോന്നില്ല. അത്രയ്ക്കും നല്ല ക്വിക്ക് റെസ്പോൺസ് ആണ് ഇതിൻ്റെ ഡോറിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതിന് നമുക്ക് ബാക്ക് പ്രൊഫൈലിലേക്ക് പോവാം. നമ്മൾ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടെയിൽ ലാംപ്സ് ആണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുക.
ഇവിടെയാണ് നമ്മുടെ ടെയിൽ ലാമ്പ് ഉള്ളത്. ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ്. അത് നമ്മൾ നേരത്തെ കണ്ട ഒരു ബീഡിങ് ബാക്കിക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഒരു ക്യാമറ യൂണിറ്റ് ഉണ്ട്, അത് എക്സ്ട്രാ പിടിപ്പിച്ചാണ്. പിന്നെ നമ്മുടെ സാധാ ഒരു ബമ്പർ. നമ്മളിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പല വണ്ടിയിലേക്കാളും കൂടുതൽ ബൂട്ട് സ്പേസ് നമുക്ക് ഇതിൽ കിട്ടും. 390 ലിറ്ററാണ് ഈ കാറിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്, വിച്ച് വാസ് ഭയങ്കര അധികം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. കാരണം ഇപ്പോഴുള്ള പല വണ്ടികളിലും ഇത്ര അധികം ബൂട്ട് സ്പേസ് ഒന്നും തരാറില്ല, ആകെ ചെറിയൊരു ബൂട്ട് സ്പേസ് ആണ് കിട്ടാറുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുള്ള ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്താ പറയുക ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ഫാമിലീസ് കൂടുതലും നമ്മൾ എന്തെടുക്കുന്നത്, ഈ ടൊയോട്ട കൊറോള എടുക്കുന്നത്. ഫാമിലി ഫ്രണ്ട്ലി ആണ്, റിലയബിൾ ആണ്, എക്കണോമിക്കലി നമ്മൾ നോക്കാന്ന് വെച്ചാൽ ഒന്നും പറയണ്ട, ഒരു 20 കിലോമീറ്റർ മൈലേജ് ഒക്കെ എങ്ങനെ പോലും കണ്ണടച്ച് കിട്ടും. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ബൂട്ടിൽ കൊറോള എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇത് തന്നെയാണ് നമ്മുടെ ബാക്ക് പ്രൊഫൈലിൽ നോക്കാന്ന് വെച്ചാൽ വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റീരിയർ വിശേഷങ്ങൾ കാണാം. കമോ നമ്മുടെ ഇന്റീരിയർ നോക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഏറ്റവും ശ്രദ്ധിക്കുക. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഈ 3 സ്പോക്ക് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയാൻ എന്താണെന്ന് ചോദിക്കും, എല്ലാ ക്ലാസ്സിലും 3 സ്പോക്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് പണ്ടത്തെ സാധാ ലിമിറ്റഡ് എഡിഷൻ അല്ലാത്ത കൊറോളയിൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വന്നത്. ഇത് നമ്മുടെ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത്. അത് ഈ ഡാഷിൻ്റെ ട്രിംസ് കാണിച്ചാലും സ്റ്റിയറിംഗ് കാണിച്ചാലും നമ്മുടെ ഡോർ പാഡ്സും എല്ലാം എന്താണ് നമ്മുടെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ മീറ്റേഴ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും കാണാം, ഫ്യൂവൽ ഗേജ് കാണാം, പിന്നെ ഹീറ്റിൻ്റെ എന്താ പറയുക ഹീറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ ഈ ഒരു സൈഡിലേക്ക് വന്നാൽ എനിക്ക് 10 kHz പറയുമ്പോൾ റേഡിയോയുടെ കാര്യങ്ങളായിരിക്കാം, പണ്ടത്തെ ഒരു വണ്ടി ആയതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് ഭയങ്കര ആധികാരികമായിട്ട് ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് നമുക്കറിയില്ല. ആൻഡ് അടിയിൽ നമ്മുടെ AC കൺട്രോൾസ് കാണാം. പിന്നെ ഓട്ടോമാറ്റിക് AC കൺട്രോൾസ് 92-ലൊക്കെ പറയുക ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ഫീച്ചർ തന്നെയാണ്. അത് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ അഡീഷണൽ ആഡ് ചെയ്തതാണ് ഈ ഒരു കാറിൽ. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ സ്പേസ് കാണാം, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ചെറിയ ചെറിയ പോക്കറ്റ്സ് ഒക്കെ ഉള്ള ഒരു കാർ തന്നെയാണ്. പിന്നെ നമ്മൾ ഡോസിലേക്ക് വരുമ്പോൾ നമ്മൾ ഡോർ പാഡ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഒരു ബ്രൗൺ ടെക്സ്ചർ വന്നിട്ടുണ്ട്, അതുപോലെ ഒരു ക്ലോത്ത് മെറ്റീരിയൽ അപ്പോൾസ്റ്ററി വന്നിട്ടുണ്ട്. ഡോർമോ ഒരു പ്രീമിയം ഫീലാണ് നമുക്ക് തരുന്ന ഒരു കാർ തന്നെയാണ് ഈ ടൊയോട്ട കൊറോള എന്ന് പറയുമ്പോൾ. അതിന് അതുപോലെ തന്നെ നമ്മുടെ ഇത് ടൊയോട്ട കൊറോളയുടെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പവർ വിൻഡോസ് ആണ് വരുന്നത്, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഡോർ പാഡ്സ്. അതിന് നമ്മൾ ഗിയറിലേക്ക് വരുമ്പോൾ സീരീസ് ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. 3 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ആ ഒരു ടൈമിൽ 3 സ്പീഡ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്രയ്ക്ക് റയർ ആയിട്ടുള്ളത് കാണുന്നത് നമ്മുടെ ലക്ഷറി കാസിലൊക്കെയാണ് കൂടുതലും കാണാറ് 3 സ്പീഡ് ഓട്ടോമാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ ഈ ടൊയോട്ട കൊറോള റിലയബിൾ ആക്കാനായിട്ടുള്ളതിൻ്റെ വേറൊരു റീസൺ കൂടിയാണ് നമ്മുടെ ഈ ഗിയർ ബോക്സ് എന്ന് പറയാന്ന് വെച്ചാൽ. അത്രയ്ക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ് ഈ സീരീസ് 3 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ DCT അല്ലെങ്കിൽ DSG ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്, ഭയങ്കരമായിട്ട് ചൂടാവണ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് റിലയബിലിറ്റിയിൽ ഒരുപാടധികം വലിയൊരു പങ്കനെ വഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു ഗിയർ ബോക്സ് കാരണം കൊണ്ടാണ് ഈ ഒരു ഗിയർ ബോക്സും കൊണ്ടും കൂടിയാണ് നമ്മുടെ ഈ ടൊയോട്ട ഇത്രയധികം റിലയബിൾ ആണെന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് നമ്മുടെ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇനി നമുക്ക് പാസഞ്ചർ സീറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഗ്ലോ ബോക്സ് അത്യാവശ്യം വലുപ്പമുള്ള ഗ്ലോ ബോക്സ് ആണ്. ഇതിൻ്റെ RC ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പോക്കറ്റ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഹാൻഡ് റെസ്റ്റ് അല്ല, ബട്ട് ഒരു ചെറിയൊരു പോക്കറ്റ് സ്പേസ് കാണാനുണ്ട്. ഹാൻഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ലാലേൻ്റെ പോലെ ഇരിക്കേണ്ടി വരും. ബട്ട് എന്താ പറയുക ആ ഒരു ടൈമിൽ ഇതൊക്കെ ഭയങ്കര ലക്ഷറി ഫീച്ചേഴ്സ് തന്നെയാണ് ഇതേപോലെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ലെഗ് സ്പേസ് അത്ര അധികം ഇല്ലെങ്കിൽ ഡീസെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഫ്രണ്ടിലോട്ട് കയറ്റി ഇടാന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ്, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് സ്പേസ് കിട്ടും. ബാക്കിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അതിനുള്ള സ്പേസ് തന്നെ ഉള്ളൂ. നടുവിൽ ആൾക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു എന്താ പറയുക സെപ്പറേഷൻ വരുന്നുണ്ട്. സോ നമുക്ക് 3 പേർക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും 4 പേർക്ക് ഡ്രൈവർ അടക്കം 4 പേർക്ക് നല്ല രീതിയിൽ തന്നെ ഈ വണ്ടിയിൽ കംഫർട്ടബിൾ ആയിട്ട് പോകാം.